അതല്ലേ ഹാപ്പി മാരീഡ് ലൈഫ്. ചേട്ടാ നോർമൽ നോർമൽ ഇറങ്ങുമ്പം നാട് എവിടെയായിട്ട് വരുന്നത്? നിങ്ങളെവിടൊക്കെ കണ്ടുമുട്ടിയ ലൊക്കേഷൻ വെച്ചുള്ള പരിചയമാണ്. ലൊക്കേഷൻ വെച്ചാണ് ആദ്യം കണ്ടേ. ഹാപ്പി മാരീഡ് ലൈഫ്. രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങി ഓർക്കത്തുന്നത്. കൊല്ലം സുധിയുടെ മരണശേഷമാണ് സുധിയുടെ ഭാര്യയായ രേണു ഭർത്താവിന്റെ പാത പിന്തുടർന്ന് അഭിനയത്തിലേക്ക് എത്തിയതും. സുധി ജീവിച്ചിരുന്ന കാലത്തൊക്കെ ടിക്ടോക്ക് റീൽസ് വീഡിയോകളൊക്കെ രേണു ചെയ്യാറുമുണ്ടായിരുന്നു. എന്നാൽ അന്നൊന്നും അഭിനയത്തിലേക്ക് തിരിയാനുള്ള പ്ലാൻ ഒന്നും രേണുവിന് ഉണ്ടായിരുന്നില്ല. പിന്നീടായിരുന്നു സുധിയുടെ മരണം. സ്റ്റേജ് ഷോകൾ, സിനിമകൾ എന്നിവയിൽ അഭിനയിച്ചും മിമിക്രി കാണിച്ചും ലഭിക്കുന്ന പ്രതിഫലം മാത്രമായിരുന്നു സുധിയുടെ വരുമാനം. നിത്യ ചെലവിനും ചെറിയ കടങ്ങൾ വീട്ടാനും മാത്രമേ അത് ഉപകാരപ്പെട്ടിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കാര്യമായി സമ്പാദിക്കാനോ ഭാര്യയ്ക്കും മക്കൾക്കുമായും ഒരു വീട് നിർമ്മിക്കാനോ ഒന്നും സുധിക്ക് കഴിഞ്ഞിരുന്നില്ല. സുധിക്ക് സമ്പാദ്യം ഒന്നുമില്ലായിരുന്നത് കൊണ്ട് തന്നെ നടന്റെ മരണശേഷം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഒരു കുടുംബം ബുദ്ധിമുട്ടി. സുമനസുകളുടെ ചെറിയ സഹായം രേണുവിനും മക്കൾക്കും ലഭിച്ചിരുന്നു. എങ്കിലും ആരെയും ആശ്രയിക്കാതെ മക്കളുടെയും തന്റെയും ചിലവിനുള്ളത് സമ്പാദിക്കണമെന്നത് രേണുവിന്റെ നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് അഭിനയത്തിലേക്ക് തിരിഞ്ഞത്. തുടക്കം നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടായിരുന്നു. ശേഷം നിരവധി ഷോർട്ട് വീഡിയോകളിലും മ്യൂസിക് വീഡിയോകളിലേക്ക് രേണുവിനും അവസരം ലഭിച്ചു. രേണു ഭാഗമായ മ്യൂസിക് വീഡിയോകളും റീലുകളും ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയതോടെ സിനിമയിൽ നിന്നും താരത്തിന് ചെറിയ ചെറിയ അവസരങ്ങൾ വരുന്നുണ്ട്. ഇതേസമയം ഗ്ലാമറസായി രേണു അഭിനയിക്കുന്നതിനോടൊപ്പം തന്നെ ഫോട്ടോഷൂട്ടും നടത്തുന്നതിനേക്ക് ഒരു വിഭാഗം പ്രേക്ഷകർക്ക് എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അഭിനയത്തിലേക്ക് ഇറങ്ങിയ ശേഷം മുൻപ് രേണുവിനെ പിന്തുണച്ചിരുന്നവർ പോലും ഇപ്പോൾ എതിർപ്പ് അറിയിച്ചു തുടങ്ങി. ഇപ്പോഴിതാ രേണുവിന്റെ പുതിയൊരു വീഡിയോയാണ് ചർച്ചയാകുന്നത്. കഴുത്തിൽ തുളസി മാലയണിഞ്ഞ് നവവധു ലുക്കിലാണ് രേണു പുതിയ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സെറ്റും മുണ്ടും അതിനിണങ്ങുന്ന ബ്ലൗസും ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് കഴുത്തിൽ തുളസി മാല അണിഞ്ഞ് ഒരു ചെറുപ്പക്കാരനോടൊപ്പം ക്ഷേത്രനടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന രേണുവിന്റെ വീഡിയോയാണ് വൈറലാകുന്നത്. വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ രേണു വീണ്ടും വിവാഹിതയായോ എന്നുള്ള സംശയമായി പ്രേക്ഷകർക്ക്. എന്നാൽ വിവാഹമായിരുന്നില്ല. മ്യൂസിക് വീഡിയോയ്ക്ക് ഷോർട്ട് ഫിലിമിന് വേണ്ടിയാണ് രേണു നവവധുവിന്റെ വേഷത്തിൽ അഭിനയിച്ചത്. പതിവ് പോലെ തന്നെ ഇത്തവണയും പ്രശംസയേക്കാൾ വിമർശനം തന്നെയാണ് രേണുവിന് ലഭിക്കുന്നത്. യഥാർത്ഥ വിവാഹമല്ല, ഷൂട്ടിങ്ങിന് വേണ്ടി നവവധുവായി ഒരുങ്ങിയതാണ്, മനസ്സിലാക്കാതെയാണ് പലരും രേണുവിനെ വിമർശിച്ച് കമന്റുകൾ കുറിച്ചിരിക്കുന്നത്. നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ചുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ട് നിൽക്കണം എന്നതാണ് രേണുവിന്റെ ആഗ്രഹം. അത് അവർക്കറിയാം. എന്ത് ചെയ്താലും ഫെയിമായിട്ട് നിൽക്കാം എന്നുള്ളത്. ഈ നാട്ടിലെ ആദ്യത്തെ വിധവയൊന്നുമല്ല രേണു. കൈക്കുഞ്ഞാകുമ്പോൾ ഭർത്താവ് മരിച്ചതും ഇട്ടിട്ട് പോയതുമായി പല സ്ത്രീകളും ഈ നാട്ടിലുണ്ട്. അവരെയൊക്കെ നല്ല അന്തസ്സായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഭർത്താവിന്റെ പേരും പറഞ്ഞുള്ള മാർക്കറ്റിംഗ്, അതും ഫുൾ മാർക്കറ്റിംഗ്. അഭിനയിക്കാനുള്ള കഴിവുണ്ടോ? അതുമില്ല. ഇങ്ങനെ നെഗറ്റീവ് ലൈഫ് ജീവിക്കാതെ ഏതെങ്കിലും ജോലിക്ക് പോയാൽ നന്നായി ജീവിക്കാമെന്നാണ് രേണുവിനെ വിമർശിച്ച് ഒരാൾ കുറിച്ചത്. ഇവരുടെയൊക്കെ ഈ ഒരു കോപ്രായം വിജയിപ്പിക്കുന്ന നമ്മളാണ് മണ്ടന്മാർ എന്നായിരുന്നു മറ്റൊരാൾ കുറിച്ചത്. സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് നിറയുമ്പോഴും തന്റെ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാനാണ് രേണുവിന്റെയും തീരുമാനം. സുധിയുടെ ആദ്യ വിവാഹം പരാജയമായതിനെ തുടർന്നാണ് രേണുവിനെ സുധി ജീവിതത്തിലേക്ക് കൂട്ടുന്നത്. സുധിയുടെ ആദ്യ വിവാഹത്തിലെ മകനും ഇപ്പോൾ രേണുവിന്റെ സംരക്ഷണയിലാണ്.